ആരാന്ന് ഞാൻ കാണിച്ചരാടി. എന്റെ കൊച്ചിന്റെ ജീവിതം തകർത്തിട്ട് തീർത്ത് അറിയില്ല. കൊച്ചിനെ കണ്ട സമാധാനത്തിൽ വീട്ടിൽ കയറി പോക്കൃതം കാണിക്കുന്നോളാ. ഇറങ്ങണ മുറ്റത്തുനിന്ന്. എന്നാ ഓളം ഉണ്ടാവേണ്ട വീടായിരുന്നു. ഇതിപ്പോ മരത്തിറക്ക് കഴിഞ്ഞു. ഫിലിപ്പ് സാറും ജോമിയും കൂടെ പിരിച്ചു മാറ്റിയാണ്. അല്ല അടത്തരണം നടന്നു. ഗോപിച്ചോ, 3-4 ദിവസം ഞാൻ ഈ പച്ചരിയും ചോന്നുകൊണ്ട് നടക്കണത്. മില്ലിനും തുറന്നില്ല ഞാൻ എന്റെ പാടിനും അങ്ങോട്ടാ. നിനക്ക് പച്ചരി മാത്രമേ ഇറങ്ങത്തുള്ളൂടാ. അപ്പോഴേക്കും വെറുതെ അല്ലോ താൻ ഈ തേയ്പ്പാന്റെ തൊഴി ഓടിച്ചത്. മുതുപാട് കരക്കാരൻ മുഴുവൻ പിണക്ക്. കരക്കാര് വേണമെങ്കിൽ എനിക്ക് അവലോത്തുണ്ട് അടി. എന്നെ കടിക്കാൻ വരണ്ട. മില്ലിനെയും തുറന്നില്ലെങ്കിൽ സ്ഥിരക്കാർ മൊത്തം താഴെ കമ്പിളി കണ്ടത്തിന് കൊണ്ടേ തുടങ്ങും. പെണ്ണിനെ നേഴ്സിങ്ങിന് വിടാൻ എടുത്തു കൂട്ടിയേക്കുന്ന ലോണേ അവലോസുണ്ടോ കൊടുത്താൽ അടഞ്ഞു തീരുകയല്ല. നോക്കാം. ജീനയും ചെക്കനും ആണല്ലോ. ഓ ഇവള് തുള്ളിക്കളിക്കുന്നത് അങ്ങോട്ടാ. കഴിഞ്ഞോ കഥകളി? സുഖമാണോ മോനെ? അമ്മച്ചി ഇതൊക്കെ അവസാനം എടുത്താ അമ്മച്ചി എപ്പോഴും ഉണ്ടാക്കിയ അതൊക്കെ ഇച്ചിരി ബീഫ് എനിക്ക് നീ അങ്ങെടുത്ത് കഴിച്ചേ. ഇതൊക്കെ അവസാനം ഇച്ചാൻ എന്നാ വേണ്ടേ? അപ്പം വേണോ ബിരിയാണി കഴിക്കുന്നോ? ബിരിയാണി ഞാൻ ഇരുന്നോളാം. നിങ്ങൾ കഴിക്കേ. കുറച്ച് കിട്ടേ. ഇത് ഒരു പീസ് എനിക്ക് ഞാൻ തന്നെ ഉണ്ടോ അളിയാ ചല്ലാസ് കിട്ടും. സൗദിയിൽ എന്നാ അളിയാ സ്പെഷ്യല്? ഓട്ടോ ഓട്ടോ അല്ലേ ഇവിടെ മെയിൻ. ഇവിടെ തെങ്ങ് പോലെ അവിടെ ഓട്ടം ഒന്നും കളയാൻ. ഇവിടെ ആറുണ്ടോ? ഇച്ചിരി അങ്ങോട്ട് ജീരേ. നീ പോകുമ്പോ അതിനെ കൊണ്ടുപോവോ? വാടർക്കാം. ബൈ. അയ്യോ മോനെ അവള് കുത്തുവേ. മകള് സുത്തി മമ്മി ഒന്ന് പോടി. അയ്യേ ഇതിന്റെ അമ്മ ആട്ടും കടത്തലാണ്. അളിയാ ഇനി എന്നാ മറ്റേക്കരക്ക്? ഉടനെ വരണോളെ. അവിടെ ഫുൾ ഗ്യാങ് വെയിറ്റിംഗ് ആട്ടോ. ആരാ നമ്മുടെ മോർണിംഗ് ടീം ഒക്കെ ആണോ? അതെ അതെ. ആ റിസപ്ഷൻ അന്നത്തെ ആടെയും പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് പിള്ളേർക്ക് അറിയാനെങ്കിൽ ജീവനായി പോയില്ലേ. മമ്മി ഇന്ന് കഴിക്കടി മോനെ. ഈ കരീച്ചിട്ട് കൂട്ടി വെക്കേ. ഇതന്നെ അത് മോയല്ലേ മോനെ. അയ്യോ പപ്പായി പണ്ട് വീട്ടിൽ കറി വെക്കാൻ വേണ്ടി ചെരുവം കമത്തി മൂടി വെച്ചായിരുന്നു. 2 മോയൽ ഞാൻ തുറന്ന് രക്ഷിച്ചു വിട്ടിട്ടുണ്ട്. കേട്ടോട് ചെയ്ത ഇതിന്റെ ചെവിയെ പിടിച്ചെടുത്താ ഇതിങ്ങനെ കൈകൂപ്പി കാണിക്കും. അന്നേരം നമുക്ക് ഭയങ്കര പാവം തോന്നും.
പക്ഷെ കറി വെച്ച മുടിഞ്ഞ ടേസ്റ്റാ. കൊള്ളാവോ മമ്മി ആ, വേണോ പാവോ അല്ലേടി? അയ്യോ ശുദ്ധനാ മമ്മി. എല്ലാരോടും അങ്ങ് സ്നേഹമാന്നേ. കല്യാണത്തിന് വന്ന് ലാലുവിന്റെ കൂട്ടുകാരും പുള്ളിയും കൂടെ ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ നോക്കുമ്പോ ഇവര് മുട്ടൻ കമ്പനി. ആ ഒരു ദിവസമേ കണ്ടിട്ടുള്ളൂ എന്ന് ഓർക്കണം കേട്ടോ. എല്ലാരും കയറി അങ്ങ് പരിചയപ്പെടും. ആ പിന്നെ മമ്മി, പപ്പയും ഗോപിച്ചനായിട്ടുള്ള കേസ് ഞാൻ ബെന്നിച്ചിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ആ അതേതായാലും നന്നായി. അവന് വെറുതെ നെഗ്ഗടിക്കും. എന്നാ പറഞ്ഞേ? അവന് വെറുതെ നെഗ്ഗടിക്കൂന്ന്. എന്നാ മമ്മിക്ക് ഇതൊക്കെ എവിടുന്ന കിട്ടുന്നേ? എടി നീ അളിയനോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നാടാ? ഗോപിച്ചന്റെ കാര്യമൊന്നും? ആ ഇല്ല. ആ അടിപൊളി. അങ്ങനെ അയലക്കാരും പരിചയപ്പെടാൻ പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ട് കേട്ടോ. എന്റെ ദൈവം, ഈ ഓടിച്ചെല്ല്. ചക്കച്ചോള നിന്നോണ്ടിരുന്ന മനുഷ്യനാ. അയ്യോ, ആരുമില്ലേ? ദൈവമേ, ദേ പോണു മമ്മി. ഓ ഇനി എന്നൊക്കെയാണോ? ആരുമില്ലേ? ചേച്ചേ ആരും ചേട്ടൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു മോനെ? പിന്നെ ഞാനിങ്ങനെയാണോ എവിടെ ചെന്നാലും അയലോക്കൊക്കെ കയറി ഇറങ്ങിയാൽ പരിചയപ്പെടും. അന്നേരം പിന്നെ ഒരു നാട് നമുക്ക് അന്യ നാട്ട് പോകുന്നില്ല. അയ്യോ അങ്ങനെ തന്നെ വേണ്ടത്. പിന്നെ ഷീനയുടെ വിസയുടെ ആയിരിക്കുന്നത് ആ, അതൊക്കെ നടക്കുന്നു മോനെ. ഇവിടുത്തെ വാർത്തകളൊക്കെ ജീന എന്നെ വിളിക്കുമ്പോ പറയാറുണ്ട്. ആ. ഒറ്റ മിനിറ്റ്. ആ, 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 ആ. ആ ആണോ? ഞാൻ വരുവാ. ആ ആരാടി? അത് മീൻകാരാണ്? പിരിവുകാരാ. പിരിവുകാരാണ്. പാർട്ടിക്കാരായിരിക്കും. കണ്ട 500 പോക്ക. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാ മതിയേ. എന്നാടി എന്റെ അളിയൻ വന്നിട്ട് തന്നെ ഒരു കാപ്പി ഇട്ട് കൊടുക്കാത്ത? കയറിപ്പിടിയത്തോട്ട്. ആ ജീന കല്യാണ ആൽബം കിട്ടിയത് ആണോ? ഞാനത് അങ്ങോട്ട് ചേട്ടാ കേട്ടോ. ആയിക്കോട്ടെ. പിന്നെ പോണതിന് മുമ്പ് ഒന്നുകൂടെ ഇറങ്ങാവേ. ഓ ഓ ഓ ഓ. അയിന് ഈ വടി വിടുന്നു. നീ ഇവിടെ എന്നാ മീന മമ്മി? അയലയടി. കൊമ്പനായ പിന്നെ എന്ന് നെയ്മീന. അയ്യോ. നീ എന്നാ അളിയനോടൊന്നും പറയാത്തെ? അതെങ്ങനെയാടാ അവള് പറയുന്നേ? എന്നാ പറഞ്ഞാലും ഞാൻ എന്നോട് പറയണ്ടേ? എന്നാ പറയണ്ടേ? നിന്റെ അവളുടെ ദിവ്യപ്രമം കാരണം ഇവിടെ തമ്മിത്തലാണെന്നോ? എടി ജീനപ്പെണ്ണെ, നിന്നെ ആരും പ്രേമിക്കാത്തതിന് ചുരുക്കം നീ എന്നോട് തീർക്കല്ലേ കേട്ടോ. ഓ ചൊരുക്ക്. എനിക്ക് പ്രേമവും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഞാൻ എന്റെ അപ്പനും അമ്മയും പറഞ്ഞ ആളെ കിട്ടി നല്ല സുന്ദരമായിട്ടാ ജീവിക്കുന്നത്. നീ ജീവിച്ചോ? നീ ജീവിച്ചോന്നേ. എന്നുവെച്ചാൽ ബാക്കിയല്ല മേത്തോട്ട് കുതിര കയറാൻ വരായിരുന്നു. ഓ പിന്നെ ഓടർക്ക. ഈ വടി വിടുന്നു. നീ ഓടാ. നീ അവിടെ ഒന്ന് നിന്ന് നിർത്താവോ? മമ്മി അവളോട് പറഞ്ഞു നിർത്താൻ. തുടങ്ങി രണ്ടും കൂടെ. ഇവിടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ആ ചെറുക്കൻ ഈ വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അടുത്ത വീട്ടുകാരുമായിട്ട് അടിയും ബഹളമാണെന്ന് അവൻ അറിഞ്ഞ അത് നമ്മുടെ അന്തസ്സിന് കുറച്ചില്ലല്ലേടാ. അളിയാ ആ ബെന്നിച്ച എന്നാ പരിപാടി? ഓ ഞങ്ങളിങ്ങനെ അയ്യോ എല്ലാവരോടും നീ നന്നാക്കാന്നോ? അമ്മച്ചിക്ക് മാർക്കി ഞാൻ ശരിക്കും അയ്യോ ഞാൻ വെട്ടിക്കൊള്ളാം. ഞാൻ 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 ചെയ്യാം ഞാൻ ചെയ്യാം. മുടിഞ്ഞ കോഴി. ഉടനെ ഒരു വേലി കെട്ടണമല്ലോ. അല്ലെങ്കിൽ ഈ കള്ളക്കോഴി എല്ലാം കൂടെ നമ്മുടെ വിളയെല്ലാം കൂടെ തിന്നോണ്ട് പോകും. കണ്ട എടി ലിസി, ലിസി എന്തോ മാർക്കടി. അളിയ അളിയനോടത്തെ പുഴ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെ നമുക്ക് പുഴ വരെ പോയച്ചു വരാം. വാ. അല്ല അപ്പൊ മീൻ മീൻ പുഴ നിറച്ച് മീനല്ലേ? ഞാൻ കൊടുത്തേ ചെയ്യണ മമ്മിയുണ്ട്. അളിയ വാ, ഞങ്ങളൊന്ന് പോയച്ചു വരാം. മമ്മി താ